പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. പ്രേക്ഷകര് പലരും ഇപ്പം മറ്റു പലരും ആയിരുന്നു പുറത്താവേണ്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ തോന്നിയിരുന്നു? ആണല്ലോ ആണല്ലോ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ സാബുമോൻ ആയിരുന്നോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഇപ്പോൾ സാബുമോനൊക്കെ ഇപ്പോൾ 2-3 ഫസ്റ്റ് വീക്ക് തന്നെ പുറത്താവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴും തുടരുവാണ്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോടുള്ള പ്രതികരണം പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അതെ, അത് നമ്മൾ എക്സ്ക്ലൂസീവിനായിരിക്കും പറയാം. ഇത് ഈ സാബുമോൻ്റെ ഒരു PR പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? PR പരിപാടിയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പം ജിഷേട്ടൻ ഈ പറയുന്ന പോലെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇപ്പം നമുക്കാണേലും കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം സ്ക്രീൻ സ്പേസ് പോലും ഇല്ലാതെ പലരും അതിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോടൊക്കെ ഞാൻ പറഞ്ഞത് ഒരുപാട് ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യമാണ്. ജിഷേട്ടൻ ഇപ്പോൾ പോകുമ്പോൾ ഈ പറയുന്ന പോലെ 100 ദിവസം നിൽക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു തന്നെ പോയത്. അതോ 100 ദിവസം നിൽക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു, ഡെഫിനറ്റ്ലി ഇപ്പം ഇറങ്ങേണ്ട ആളല്ലായിരുന്നു. ഇനിയും ഒരു 2 ആഴ്ച കൂടി മിനിമം നിൽക്കേണ്ട ഒരാളായിരുന്നു. തീർച്ചയായിട്ടും. ഷോക്കായോ ഇങ്ങനൊരു സംഭവം? ഷോക്കല്ല, കാരണം വോട്ടിങ്ങിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ കഥ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇറങ്ങും എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം നല്ലതിൽ. ഇപ്പോൾ ജിഷേട്ടനെ ഇപ്പോൾ അതിനുള്ളിൽ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് തോന്നിയത് കണ്ടിട്ട്? അതൊന്നും പറയുന്നില്ല. അതൊക്കെ എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാനുള്ളതാ. അതെ അതെ. പിന്നെ ഇത് പുറത്തായതിനു ശേഷം വിളിച്ചിരുന്നു, ഫോണിൽ തീർച്ചയായിട്ടും വിളിച്ച് കാണുമല്ലോ. അപ്പോൾ അന്നേരം എങ്ങനെയാണ്? ഫുൾ ഹാപ്പിയാണോ അതോ സങ്കടത്തിലാണോ? ഹാപ്പിയാണ്. അതെ, അല്ലെങ്കിൽ ആദ്യമേ ഒരു നിരാശ അറിയിച്ചിരുന്നോ? ചേട്ടൻ, ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല. ചേട്ടൻ വിട്ടായ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഞാനത് കാണില്ല, എനിക്കത് കാണണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ പോയി ആദ്യം ആൾക്കാർക്ക് വെറുപ്പുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ഇന്ന് വന്ന പേഴ്സണൽ മെസ്സേജസും ഒരുപാട് അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയപ്പോഴാണ് ആള് എവിക്റ്റായത് എന്നുള്ളത്. അത് മതി. നല്ല പേര് സപ്പോർട്ട് ഉണ്ട്. ഉണ്ട്. പിന്നെയും തുടർന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. പിന്നെ തീർച്ചയായും. ഓക്കെ ചേച്ചി.